ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും ഐഷ സ്ട്രീം വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ വൈറ്റ് ചിക്കൻ കുറുമയാണ് തയ്യാറാക്കിയെടുക്കുന്നത്. ഇത് ഉണ്ടാക്കിയെടുക്കാനും വളരെ എളുപ്പമാണ്, കഴിക്കാനും നല്ല ടേസ്റ്റാണ്. ഇത് പത്തിരി, ചപ്പാത്തി, പൊറോട്ട, വെള്ളപ്പം, നൂലപ്പം എന്ന് വേണ്ട എന്തിൻ്റെ കൂടെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കണ്ടു നോക്കൂട്ടോ. എന്നിട്ട് നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിയിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനൊന്നും മറന്നു പോകരുത് കേട്ടോ. അപ്പോൾ നമുക്ക് നോക്കിയാൽ ഈ റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ വൈറ്റ് ചിക്കൻ കുറുമ എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്ന്. ചിക്കൻ കുറുമ തയ്യാറാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 1 കിലോ ചിക്കൻ നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി എടുത്തതിന് ശേഷം അതിലെ വെള്ളമൊക്കെ വാർത്തെടുത്ത് വെച്ചിട്ടുണ്ട്. ഞാൻ ഈ ഒരു വലുപ്പത്തിലാണ് കേട്ടോ ഈ ചിക്കൻ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ആദ്യം ഇതൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കണം. അതിനായിട്ട് ഞാൻ ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ അധികം പുളിയില്ലാത്ത തൈരാണ് ചേർത്ത് കൊടുക്കുന്നത്. മിൽമയുടെ ഈ ഒരു തൈരാണ് കേട്ടോ ഞാൻ ഇതിലേക്ക് എടുത്തിട്ടുള്ളത്. പിന്നെ ഇതിലേക്ക് 3/4 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുക. ഇനി ഈ ചിക്കനിലേക്ക് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് കൈകൊണ്ട് നല്ലതുപോലെ ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇപ്പം ഞാനിത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു അരമണിക്കൂർ നേരം റെസ്റ്റ് ചെയ്യാനായിട്ട് ഇവിടെ അടച്ച് വെക്കാം. ഇനി ഒരു കടായി അടുപ്പത്തേക്ക് വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക. ഈ ഓയിൽ ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് ഒരു കഷ്ണം ഇഞ്ചി ചെറുതായി കട്ട് ചെയ്തതും കുറച്ച് വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കുക. ഇതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയൊന്നും ചതച്ച് ചേർക്കേണ്ട ആവശ്യമില്ല, കാരണം നമുക്കിത് വഴറ്റിയെടുത്തതിന് ശേഷം ഒരു മിക്സിയുടെ ജാറിലിട്ടിട്ട് അരച്ചെടുക്കാനുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ആ റോ ടേസ്റ്റ് ഒന്ന് മാറുന്നത് വരെ വഴറ്റിയെടുക്കുക. ഇപ്പോൾ ആ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും ഒക്കെ ആ റോ ടേസ്റ്റ് ഒന്ന് മാറിയിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 2 മീഡിയം സൈസിലുള്ള സവാള കട്ട് ചെയ്തതാണ്. സവാള ചേർത്ത് കൊടുത്തതിന് ശേഷവും ഈ സവാള നല്ല സോഫ്റ്റായിട്ട് വഴന്ന് വരുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കുക. സവാള പെട്ടെന്ന് വഴന്ന് വരാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിലേക്ക് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. സവാള ഒരുപാട് അങ്ങോട്ട് ബ്രൗൺ കളറാക്കി എടുക്കരുത് കേട്ടോ, കാരണം നമ്മൾ വൈറ്റ് ചിക്കൻ കുറുമയല്ല തയ്യാറാക്കിയെടുക്കുന്നത്. സവാള ഒരുപാട് അങ്ങോട്ട് ബ്രൗൺ കളറായാലും നമ്മുടെ കുറുമയുടെ കളറ് മാറും, അപ്പോൾ നമുക്ക് വൈറ്റ് കളറിൽ ഇത് കിട്ടൂല. അപ്പോൾ ഈ സവാള നല്ല സോഫ്റ്റായിട്ട് വഴന്ന് വരുന്നത് വരെ ഒന്ന് വഴറ്റിയെടുത്താൽ മതി. ഇനി ഞാൻ ഇതിലേക്ക് 5 പച്ചമുളക് കട്ട് ചെയ്തതാണ് ചേർത്ത് കൊടുക്കുന്നത്. നമ്മളിതിലേക്ക് മുളക് പൊടിയൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല. എരിവിന് വേണ്ടിയിട്ട് നമ്മളിതിലേക്ക് പച്ചമുളകും കുരുമുളക് പൊടിയും മാത്രമാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കിതിലേക്ക് എത്രയാണോ എരിവ് വേണ്ടത് വെച്ചാൽ അതിനനുസരിച്ച് പച്ചമുളകും കുരുമുളക് പൊടിയൊക്കെ ചേർത്ത് കൊടുക്കുക കേട്ടോ. നമ്മുടെ ഈ ചിക്കൻ കുറുമക്ക് നല്ലൊരു ടേസ്റ്റും ഒരു ക്രീമി ടെക്സ്ചറും കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിലേക്ക് കുറച്ച് കാഷ്യൂ നട്ട്സ് കുതിർത്തെടുത്തതാണ് ചേർത്ത് കൊടുക്കുന്നത്. ഞാനിതിലേക്ക് ഒരു 15 കാഷ്യൂ നട്ട്സാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇപ്പോൾ സവാള നല്ല സോഫ്റ്റായിട്ടൊന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് മല്ലിയില കട്ട് ചെയ്തതാണ്. മല്ലിയില ചേർത്ത് കൊടുത്തതിന് ശേഷവും ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഇപ്പോൾ ഇതെല്ലാം നല്ലതുപോലെ ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയും മതി. ഇനി നമുക്ക് ഫ്ലെയിം ഓഫാക്കി കൊടുക്കാം. ഫ്ലെയിം ഓഫാക്കി കൊടുത്തതിന് ശേഷം ഇതെല്ലാം നല്ലതുപോലെ ഒന്ന് ചൂടാറി വന്നതിന് ശേഷം നമുക്കിതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ല ഫൈൻ പേസ്റ്റായിട്ടൊന്ന് അരച്ചെടുക്കണം. ഇപ്പോൾ ഈ സവാളയൊക്കെ നല്ലതുപോലെ ഒന്ന് ചൂടാറി വന്നിട്ടുണ്ട്. ഇനി ഞാൻ ഇതൊരു മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഇപ്പോൾ നമ്മൾ വഴറ്റിയെടുത്ത മുഴുവൻ സവാളയും മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് 1/4 ഗ്ലാസ് തേങ്ങയുടെ 2ാം പാലാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. തേങ്ങാപ്പാൽ ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതെല്ലാം കൂടി നല്ല ഫൈൻ പേസ്റ്റായിട്ടൊന്ന് അരച്ചെടുക്കുക. ഇപ്പോൾ ഞാനിതെല്ലാം നല്ല ഫൈൻ പേസ്റ്റായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. എന്നിട്ട് നമ്മൾ സവാള വഴറ്റിയെടുത്ത ആ സെയിം കടായിലേക്ക് തന്നെ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക. ഈ വെളിച്ചെണ്ണ ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് ബേ ലീവ്സ്, ഏലക്ക, പട്ട, ഗ്രാമ്പു, ഒരു തക്കോലം ഇതെല്ലാം കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതെല്ലാം കൂടി എണ്ണയിലിട്ടിട്ടൊന്ന് പൊട്ടിച്ചെടുക്കുക. പിന്നെ ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയാണ് ചേർത്ത് കൊടുക്കുന്നത്. കറിവേപ്പില ചേർത്ത് കൊടുത്തതിന് ശേഷവും ഒന്ന് മൂപ്പിച്ചെടുക്കുക. അതിനുശേഷം നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ ഇല്ലേ, അത് ഈ കടായിലേക്ക് ചേർത്ത് കൊടുക്കുക. ചിക്കൻ ചേർത്ത് കൊടുത്തതിന് ശേഷം ഈ ചിക്കൻ ഈ എണ്ണയിലിട്ടിട്ട് 2-3 മിനിറ്റ് നേരം ഒന്ന് ഇളക്കിയെടുക്കുക. ചിക്കൻ്റെ ആ പിങ്ക് കളറൊക്കെ പോയിട്ട് ഇതേപോലെ ഒരു വൈറ്റ് കളറിലേക്ക് ആവുന്നത് വരെ ഒന്ന് ഇളക്കിയെടുക്കണം കേട്ടോ.
ഇപ്പോൾ ചിക്കനിൽ നിന്നൊക്കെ വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ട് ആ ചിക്കൻ്റെ ആ പിങ്ക് ഷെയ്ഡൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട്. നമ്മൾ ഈ ചിക്കൻ വേവിച്ചെടുക്കുന്നത് തേങ്ങാപ്പാലിലാണ്. അപ്പോൾ ഞാൻ ഇതിലേക്ക് 1 ഗ്ലാസ് തേങ്ങയുടെ 2-ാം പാലാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. തേങ്ങാപ്പാൽ ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് അടച്ച് വെച്ചിട്ട് ഈ ചിക്കൻ നല്ലതുപോലെ ഒന്ന് വേവിച്ചെടുക്കുക. നിങ്ങൾക്ക് ഈ ചിക്കൻ വേണമെങ്കിൽ കുക്കറിലും വേവിച്ചെടുക്കാവുന്നതാണ്. കുക്കറിലാണ് നിങ്ങളിത് വേവിച്ചെടുക്കുന്നതെങ്കിൽ ഒരൊറ്റ വിസിൽ വന്നാൽ ഫ്ലെയിം ഓഫാക്കി കൊടുക്കുക. ഇത് ഒരുപാട് അങ്ങോട്ട് വിസിലടിപ്പിച്ചെടുക്കരുത് കേട്ടോ. കാരണം നമ്മളിതിൽ തൈര് ചേർത്ത് കൊടുത്തത് കൊണ്ട് ഈ ചിക്കൻ പെട്ടെന്ന് തന്നെ നല്ല സോഫ്റ്റായിട്ട് വെന്ത് കിട്ടും. ഇപ്പം നമുക്ക് ഈ ചിക്കൻ നല്ല സോഫ്റ്റായിട്ട് തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് നേരത്തെ സവാളയും കാഷ്യൂ നട്ട്സൊക്കെ അരച്ചെടുത്തില്ലേ, ആ പേസ്റ്റ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഈ കറി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇതിപ്പോൾ ഒരുപാട് അങ്ങോട്ട് തിക്കായിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ഞാൻ ഇതൊന്ന് ലൂസാക്കി എടുക്കാൻ വേണ്ടിയിട്ട് മിക്സിയുടെ ജാറിലേക്ക് 2 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് അതും ഈ കറിയിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഇതിലേക്ക് ഒരുപാട് വെള്ളം അങ്ങോട്ട് ചേർത്ത് കൊടുക്കരുത് കേട്ടോ. കാരണം ഇത് കുറുമയല്ലേ, ഇത് കുറച്ച് തിക്കായിട്ടൊക്കെയാണ് ഇരിക്കേണ്ടത്. നമ്മളിനി ഇതിലേക്ക് ലാസ്റ്റ് തേങ്ങയുടെ 1-ാം പാലും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് കറി ലൂസായി പോവാതെ ഇതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇനി ഒരു 2 മിനിറ്റ് നേരം ലോ ഫ്ലെയിമിലിട്ടിട്ട് ഈ കറി അടച്ച് വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കുക. ഇപ്പോൾ ഈ കറി നല്ലതുപോലെ ഒന്ന് തിളച്ചിട്ടൊന്ന് തിക്കായി കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1/4 ടീസ്പൂൺ ഗരം മസാല പൗഡറുമാണ്. സ്പൈസസ് ഒക്കെ നമ്മൾ നേരത്തെ ചേർത്ത് കൊടുത്തതാണ്. അതുകൊണ്ട് ഇതൊക്കെ ചേർത്ത് കൊടുക്കുമ്പോൾ ഇത് കൂടി പോവാതെ നോക്കണം കേട്ടോ. ഗരം മസാല പൗഡറും കുരുമുളക് പൊടിയൊക്കെ ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്തതിന് ശേഷം പിന്നെ നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് തേങ്ങയുടെ 1-ാം പാലാണ്. തേങ്ങാപ്പാൽ ചേർത്ത് കൊടുത്തതിന് ശേഷം പിന്നെ ഈ കറി തിളപ്പിക്കരുത് കേട്ടോ. ഈ കറി തിളക്കാൻ അനുവദിക്കാതെ 2-3 മിനിറ്റ് നേരം ഈ ചൂടിലിട്ടിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. തേങ്ങാപ്പാൽ എടുക്കുമ്പോൾ നിങ്ങൾ എപ്പോഴും ഒരു അരിപ്പയിലൂടെ അരിച്ചെടുക്കാതെ ഒരു കോട്ടൺ തുണിയിലൂടെ പിഴിഞ്ഞെടുക്കുക. അപ്പോഴാണ് നമുക്ക് ഒട്ടും തേങ്ങാപ്പീര ഇല്ലാതെ പാല് മാത്രമായിട്ട് കിട്ടുള്ളൂ. അരിപ്പയിലൂടെ പാലെടുക്കുമ്പോൾ ചെറിയ തരികളൊക്കെ ഉണ്ടാകും. അപ്പോഴാണ് നമുക്ക് കറി ഒരു പിരിഞ്ഞ പോലെയൊക്കെ തോന്നുന്നത്. ഇപ്പം ഞാൻ തേങ്ങാപ്പാൽ ചേർത്ത് കൊടുത്തതിന് ശേഷം കറി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഈ ഒരു കറി ഈ ഒരു ലൂസിലാണ് ഇരിക്കുന്നത്. ഇനി ഇത് ചൂടാറിയിട്ട് വരുമ്പോൾ ഒന്നുകൂടി തിക്കായിട്ട് വരും. ഇനി ഞാൻ ഈ കറിയിലേക്ക് ലാസ്റ്റ് കുറച്ച് മല്ലിയില കൂടി ചേർത്ത് കൊടുത്തിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഫ്ലെയിം ഓഫാക്കി കൊടുക്കുകയാണ്. ഫ്ലെയിം ഓഫാക്കിയതിന് ശേഷം ഒരു 2 മിനിറ്റ് നേരം ഈ കറി ഒന്ന് അടച്ച് വെക്കുക. അതിനുശേഷം നമുക്കിത് സെർവ് ചെയ്യാവുന്നതാണ്. കണ്ടോ, ഇപ്പോൾ ഈ കറി നല്ല തിക്കായിട്ട് നല്ല ക്രീമി ടെക്സ്ചറിൽ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു ചിക്കൻ കുറുമയാണിത്. ഇത് പത്തിരി, ചപ്പാത്തി, പൊറോട്ട, നൂലപ്പം, വെള്ളപ്പം എന്ന് വേണ്ട എന്തിൻ്റെ കൂടെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. ഇതുണ്ടാക്കിയെടുക്കാനും വളരെ എളുപ്പമല്ലേ. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ചിക്കൻ കുറുമ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം. എന്നിട്ട് അതിൻ്റെ അഭിപ്രായം നമ്മുടെ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കാനും മറക്കരുത്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുകയും ലൈക്ക് ചെയ്യുമ്പോൾ ഒരു ഹൈപ്പ് എന്നൊരു ഓപ്ഷൻ കാണും, അതിലും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്തേക്കണേ. അതുപോലെ നമ്മുടെ ഈ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിയിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനൊന്നും മറന്നു പോകരുത് കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ കൂടെ കാണുന്ന നോട്ടിഫിക്കേഷൻ ബെല്ല് കൂടി ഓണാക്കി വെക്കുകയാണെങ്കിൽ ഞാൻ പുതിയ റെസിപ്പീസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് പുതിയ റെസിപ്പീസുമായി ഞാൻ വീണ്ടും വരാം. താങ്ക് യു.